ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ്സുകാലം നമ്മളിന്ന് ധ്യാനിക്കുന്നത് ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ചുങ്കക്കാരൻ്റെയും ഫരിസേയൻ്റെയും പ്രാർത്ഥനയെക്കുറിച്ചാണ് യേശുനാഥൻ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. അതായത് ഒരു ചുങ്കക്കാരനും ഒരു ഫരിസേയനും പ്രാർത്ഥിക്കാൻ വേണ്ടി ദേവാലയത്തിൽ പോകുന്നു. ഫരിസേയൻ അവൻ്റെ മഹിമകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, ചുങ്കക്കാരനെ ഇകഴ്ത്തി സംസാരിക്കുന്നു. ചുങ്കക്കാരനാകട്ടെ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് യേശുനാഥൻ അവസാനം പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്: ഈ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി ചുങ്കക്കാരൻ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഈ ഒരു ഉപമ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ മുഴുവനും ഞെട്ടിച്ച ഒരു ഉപമയാണ്. ഇത് അവർക്ക് എത്രയധികം മനസ്സിലായി എന്നതിനേക്കാൾ ഉപരി ഈ ഉപമ ധ്യാനിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ആത്മാർത്ഥമായി ധ്യാനിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഉപമ സംസാരിക്കുന്നത് യേശുനാഥനാണ്. അതായത് ദൈവത്തെക്കുറിച്ചാണ് ഈ ഉപമ നമ്മൾ ആദ്യം പറയുന്നത്. ദൈവം ആ മനുഷ്യനെ, അതായത് ചുങ്കക്കാരനെ, പാപിയായ ചുങ്കക്കാരനെ നീതീകരിക്കപ്പെട്ടവനായി കണ്ടു എന്ന് യേശുനാഥൻ പറയുന്നത്. ഇത് യേശു തന്നെയാണ് ദൈവം. അപ്പം അവൻ ആ മനുഷ്യനെ എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടവനായി കണ്ടത്? ഇത് നമ്മുടെ മനസ്സിലെ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ ആകപ്പാടെ ഉലച്ചു കളയും. കാരണം നമ്മൾ വിചാരിച്ചിരിക്കുന്ന ദൈവസങ്കല്പം നന്മ ചെയ്യുന്ന മനുഷ്യനെ മാത്രം അനുഗ്രഹിക്കുന്ന, തിന്മ ചെയ്യുന്നവരെ വെറുക്കുന്ന ഒരു ദൈവം എന്നൊക്കെയാണ്. പക്ഷേ നമ്മുടെ ദൈവം അങ്ങനെയല്ല. നമ്മൾ എത്ര തിന്മ ചെയ്താലും തമ്പുരാൻ്റെ മുൻപിൽ കരുണയ്ക്കായി ഓടിയെത്തുമ്പോൾ കരുണയും സ്നേഹവും ഒക്കെ കാണിക്കുന്ന ഒരു ദൈവമാണെന്ന ഒരു സൂചന ഈ സുവിശേഷ ഭാഗം നൽകുന്നുണ്ട്. ഈ തപസ്സുകാലത്ത് നമുക്ക് കിട്ടുന്ന വലിയൊരു അനുഗ്രഹം അത് തന്നെയാണ്. ചെയ്തു പോയ പാപങ്ങളോട് ഉള്ള പശ്ചാത്താപത്തെ പ്രതി തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ഈ കാലം നമുക്ക് തരുന്ന വലിയൊരു പ്രതീക്ഷയും തമ്പുരാൻ സ്നേഹത്തോടെ നമ്മളെ നീതീകരിക്കുമെന്നാണ്. അപ്പോൾ എന്താണ് ഈ ഉപമയിലുണ്ടായ ഒരു പ്രശ്നം എന്ന് പറയുന്നത്? ഈ ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെ മനോഭാവങ്ങളിലുള്ള വ്യത്യാസമാണ്. ഈ ചുങ്കക്കാരൻ ദേവാലയത്തെ പ്രാർത്ഥിക്കാൻ വന്നത് തന്നെ ഒരുപക്ഷെ ദൈവത്തെ പോലും പ്രീതികരിക്കാനല്ല, മറ്റുള്ള നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാണ്. കാരണം അവൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. അവൻ്റെ പ്രാർത്ഥന എല്ലാവരും കേൾക്കുന്ന രീതിയിലാണ്. അവൻ ചെയ്യുന്ന നന്മകളൊക്കെ അവൻ പറഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പോൾ ഒരു പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ അവൻ്റെ ഒരു ദൈവവിശ്വാസി പോലും അല്ലായിരിക്കാം. കാരണം അവൻ ലോകത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം ഇവൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇസ്രായേലിൻ്റെ നിയമം അനുസരിച്ച് വർഷത്തിലൊരിക്കലൊക്കെയുള്ള ഉപവാസം. അപ്പോൾ എന്തിനാണ് ഇവൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുകയും അത് നാട്ടുകാരെ മുഴുവനും ഇങ്ങനെ പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്യുന്നത്? യേശുനാഥൻ ഇതിന് മുമ്പും ഫരിസേയരുടെ പ്രാർത്ഥനകളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവർ എല്ലാവരും കേൾക്കെ പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണെന്ന്. അപ്പോൾ ഇവർ അങ്ങനെ മറ്റുള്ളവർ കേൾക്കാൻ, ദൈവം പോലും കേൾക്കാനല്ല ഇവൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ചുങ്കക്കാരൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ അവന് ശബ്ദമില്ല. അവൻ നിശബ്ദമായി കണ്ണുകൾ പോലും സ്വർഗത്തിലേക്ക് ഉയർത്താതെ അവൻ തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കണം. അവൻ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് തന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന് മുമ്പിൽ ഒരു സമർപ്പണം നടത്തുകയാണ്. ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന നന്മകളെക്കാൾ ഉപരി തമ്പുരാനോടുള്ള സ്നേഹത്തോടും കരുണയോടുമുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകണമെന്നാണ് ഈ ഉപമ നമ്മളോട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ തപസ് കാലത്ത് നമുക്കുണ്ടാവേണ്ട മനോഭാവം ഇതാണ്. നമ്മളും പിഴച്ചു പോയവരാണ്, പാപം ചെയ്തു പോയവരാണ്. ഇനി നമുക്ക് ആകെ ആശ്രയിക്കാൻ പറ്റുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ കരുണയിലാണ്. ഒരിക്കലും നമ്മുടെ നന്മകളിലോ നമ്മുടെ കഴിവുകളിലോ നമുക്ക് ആശ്രയിക്കാൻ പറ്റില്ല. നമ്മുടെ ആശ്രയം മുഴുവനും തമ്പുരാനിലായിരിക്കണം. യേശുനാഥ് ഉപമയിൽ ആദ്യം തന്നെ പറയുന്നത് തന്നിൽ തന്നെ ആശ്രയിക്കുന്ന ഫരിസേയൻ എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫരിസേയ മനോഭാവം നമുക്ക് ഉണ്ടാകാതിരിക്കട്ടെ. ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യരായി ഈ തപസ്സുകാലത്ത് നമ്മുടെ പുണ്യങ്ങളൊക്കെയും അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി, അവിടുത്തെ സ്നേഹത്തിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. അങ്ങനെ ഈ ചുങ്കക്കാരനെ പോലെ നമുക്ക് നീതീകരിക്കപ്പെട്ടവനായി മടങ്ങാം. പക്ഷെ ചുങ്കക്കാരൻ പാപം ചെയ്തവനാണ്, നീതീകരിക്കപ്പെട്ടു. ഇനിയും പാപജീവിതത്തിലേക്കല്ല നമ്മൾ മടങ്ങേണ്ടത്, നീതീകരിക്കപ്പെട്ടവനായി നന്മയുടെ ജീവിതത്തിലേക്ക് നമ്മൾ മടങ്ങണമെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.